കണ്ണൂരിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്ത വിരോധത്തിൽ ഭർത്താവ് ഭാര്യയെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പയ്യന്നൂർ കരിവെള്ളൂരിലാണ് ആക്രമണമുണ്ടായത്. കുക്കാനം സ്വദേശി പ്രജിഷയ്ക്കും തടയാൻ ശ്രമിച്ച അമ്മ പത്മിനിക്കും പൊള്ളലേറ്റു. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഈ വിവാഹമോചനത്തിനായി ശ്രമിച്ച ഭാര്യയോടുള്ള വിരോധമാണോ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇയാളെ നയിച്ചത്? ഇതുപോലുള്ള ആളുകളിൽ നിന്ന് വിവാഹമോചനം നേടിയില്ലെങ്കിലാണ് അത്ഭുതം. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പയ്യന്നൂർ സ്വാമി മുക്കിലുള്ള സനിൽകുമാറാണ് ഈ പെട്രോളുമായി അവരുടെ ഭാര്യയുടെ വീട് പ്രജിഷ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് എത്തുകയും ഈ പ്രജിഷയ്ക്കെതിരെയും അവരുടെ മാതാവിനെതിരെയും പെട്രോൾ ഒഴിച്ച് ആക്രമണം നടത്തുകയും ചെയ്തത്. ഇതിൽ ഗുരുതരമായി ഇവർ രണ്ടുപേർക്കും ഈ പറയുന്ന പെട്രോൾ ഒഴിച്ച സനിൽകുമാറിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. സനിൽകുമാറിൻ്റെ പരിക്ക് ഗുരുതരമാണ്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഗവൺമെൻറ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ഈ പ്രജിഷയുടെ പിതാവിൻ്റെ പരാതിയിൽ ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധശ്രമ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതി, അതായത് സനിൽകുമാർ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ആ പരിക്ക് ഭേദപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ മാത്രമേ അറസ്റ്റും മറ്റ് നടപടികളിലേക്കുമൊക്കെ കടക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇവർ തമ്മിലുള്ള, അതായത് പ്രജിഷും സനിൽകുമാറും തമ്മിലുള്ള വിവാഹമോചന കേസിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊരു നിയമപരമായ നടപടി സ്വീകരിച്ചതിൻ്റെ വിരോധത്തിലാണ് ഇങ്ങനെയൊരു സംഭവം സനിൽകുമാറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാത്രി 10 മണിയോടുകൂടി പ്രജിഷയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ പറയുന്ന പ്രജിഷയ്ക്ക് നേരെയും അവരുടെ മാതാവിന് നേരെയും പെട്രോൾ ഒഴിച്ച് ആക്രമണം നടത്തി. തൊട്ടടുത്ത വീട്ടിലുള്ള ആളാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് ഓടിയെത്തി തൊട്ടടുത്തുള്ള നാട്ടുകാരെയും മറ്റ് അയൽവാസികളെയും ഒക്കെ വിവരം അറിയിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ സനിൽകുമാർ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. പിന്നീട് പയ്യന്നൂർ പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പ്രജിഷയുടെ മാതാവിനും ആ സമയത്ത് തന്നെ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ഇവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമാണ്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നിയമപരമായ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അതാണ് ക്രൂരമായ വാർത്തകളുടെ വിവരങ്ങളാണ് നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത്.